വെൽക്കം ടു ഓൾ. നമുക്കിന്ന് പുതിയ ചാപ്റ്റർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണുള്ളതാണ് നോക്കാനുള്ളത്. നമുക്കറിയാം, ശരിക്കും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ടെക്നിക്ക് ഓഫ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. അതായത് ഓവർ ഹെഡ് കോസ്റ്റുകൾ പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ജോബിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു ന്യൂ പ്രാക്ടീസാണ് എന്ത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ABC നമ്മൾ ABC എന്ന് പറയുന്നത് ഒരു ഫാക്ടർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ല കോസ്റ്റ് എന്ത് ചെയ്യുന്നത് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ജോബുകൾ ഡയറക്റ്റ്ലി അല്ല കോസ്റ്റ് കൺസ്യൂം ചെയ്യുന്നത്. കോസ്റ്റ് കൺസ്യൂം ചെയ്യുന്നത്, അതായത് റിസോഴ്സുകൾ കൺസ്യൂം ചെയ്യുന്നത് എന്താണ്, ആക്ടിവിറ്റീസാണ് റിസോഴ്സുകൾ കൺസ്യൂം ചെയ്യുന്നത്. സോ ABC എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എ കോൺസെപ്റ്റ് ദാറ്റ് റിസോഴ്സസ് ആർ കൺസ്യൂംഡ് ബൈ ആക്ടിവിറ്റീസ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ കൺസ്യൂംഡ് ബൈ ദ പ്രൊഡക്റ്റ്. സോ ABC ടെക്നിക്കിൽ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ആക്ടിവിറ്റീസാണ്. അതായത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് കോസ്റ്റ് അസൈൻ ചെയ്യാൻ വി വിൽ യൂസ് കോസ്റ്റ് ഡ്രൈവേഴ്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റിനെ ആ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആക്ടിവിറ്റിയിലേക്ക് അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് ആക്ടിവിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിലേക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക. സോ എന്താണ്, കീ ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റിലേറ്റ് ചെയ്ത കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത് ഓവർ ഹെഡ് കോസ്റ്റുകൾ അസൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത് ABC അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിയർ the overhead costs are assigned to product or services using ആക്ടിവിറ്റീസ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ബേസിൽ ഓവർ ഹെഡ് കോസ്റ്റുകൾ പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ സർവീസിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണെന്ത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് വേറെ രണ്ട് പേരും കൂടി ഉണ്ട്, ആക്ടിവിറ്റി അക്കൗണ്ടിങ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റിംഗ് എന്നും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന് പേരുണ്ട്. അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നോക്കാം. സോ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ഒരു കോസ്റ്റിംഗ് സിസ്റ്റത്തിനെ റിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്യുക, കുറച്ചും കൂടിയും എന്താണ് എഫിഷ്യൻ്റ് ആക്കുക, അതിനുള്ളൊരു കപ്പാസിറ്റി എന്തുണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന് ഉണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്കറിയാം എന്താണ്, എല്ലാ പ്രൊഡക്റ്റിലേക്കും എല്ലാ ജോബിലേക്കും ഓവർ ഹെഡുകൾ അപ്പോർഷൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ജോബ് കൺസ്യൂം ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് ഓവർ ഹെഡ് കോസ്റ്റുകൾ അപ്പോർഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവർ ഹെഡ് കോസ്റ്റുകൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോസ്റ്റ് ഡ്രൈവറുടെ ബേസിലാണ്. പിന്നെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കോസ്റ്റ് പൂള്, അതായത് നമ്മളൊരു ആക്ടിവിറ്റിയിൽ റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടാവും, ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റീസിലേക്കാണ് നമ്മൾ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആദ്യം കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂ ആഡഡ് അല്ലാത്ത ആക്ടിവിറ്റീസിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ആക്ച്വലി ഇതൊരു കോസ്റ്റിംഗ് മെത്തേഡ് അല്ല, കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓവർ ഹെഡ് കോസ്റ്റുകൾ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് എന്ത്
ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുക, ചിലപ്പോൾ ചോദിക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്. ശരിക്കും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് കോസ്റ്റുകൾ അക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അതായത് കൃത്യമായിട്ട് കോസ്റ്റ് അസൈൻ ചെയ്ത് ഓരോ പ്രൊഡക്റ്റിനും ചാർജ് ചെയ്യുന്ന കോസ്റ്റ് അക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് മിക്സുകൾ പ്രൈസിങ് ഡിസിഷനൊക്കെ കൃത്യമായിട്ട് എടുക്കാം. സോ ഇങ്ങനെയുള്ള കോസ്റ്റ് റിലേറ്റഡ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതും കൂടി എന്താണ് ABC-യുടെ ഒബ്ജക്റ്റീവാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആക്ടിവിറ്റീസിനെയാണ്, എന്നിട്ട് അതിലേക്കാണ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് പ്രൈസ് കൂടുതലാണെന്നുള്ള വാദമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോസ്റ്റിൻ്റെ ഡാറ്റ കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആക്ടിവിറ്റീസിൻ്റെ ബേസിൽ ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി എന്താണ് ABC-യുടെ ഒബ്ജക്റ്റീവാണ്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്യുറേറ്റ് പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. സോ അത് കൃത്യമായിട്ട് എൻഷുവർ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ ആക്ടിവിറ്റീസും പഠിച്ച് അത് റിലേറ്റ് ചെയ്ത കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഹാവ് ഹൈ ക്വാളിറ്റി ഇൻഫോർമേഷൻ അബൌട്ട് ആക്ടിവിറ്റീസ്, കസ്റ്റമേഴ്സ്, നോൺ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. സോ നമുക്ക് ഒരു ഹൈ ക്വാളിറ്റി ഇൻഫോർമേഷൻ ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഡിഡക്ഷൻ ഉള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ABC-യിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടേംസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമ്മൾ ഇത്ര നേരം കുറച്ചൊക്കെ പറഞ്ഞു, കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. കോസ്റ്റ് ഒബ്ജക്റ്റ് ഇത് ചോദിക്കും, എന്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ്, എന്താണ് കോസ്റ്റ് ഡ്രൈവറിന്. സോ ഈ ടേം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണോ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിരിക്കാം. ഫോർ വിച്ച് കോസ്റ്റ് ആർ റിക്വയർഡ് ടു ബി ഡിറ്റർമൈൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് പ്രൊഡക്റ്റ് ഓർ ജോബ് ഓർ പ്രോസസ് ഓർ കസ്റ്റമർ ഫോർ വിച്ച് കോസ്റ്റ് ആർ റിക്വയർഡ് ടു ബി ഡിറ്റർമൈൻ. നമ്മൾ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യേണ്ട ആ വസ്തുവിനെ പറയുന്നതാണ് എന്ത്, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ടാണ് എന്ത്, കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു, കോസ്റ്റ് ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നതെന്ന്. അതായത് കോസ്റ്റ് ഇൻകർ ചെയ്യാൻ കാരണക്കാരൻ അല്ലെങ്കിൽ കോസ്റ്റർ ഇൻകർ ചെയ്യാൻ കാരണമായ ആ ഇവൻറ്റിനെ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീനെ അല്ലെങ്കിൽ ആ ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇവൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് മേ ബി ആൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫാക്ടർ ദാറ്റ് കോസ്റ്റ് ടു ബി ഇൻകേർഡ്. രണ്ടായിട്ട് നമുക്ക് കോസ്റ്റ് ഡ്രൈവറിനെ ക്ലാസിഫൈ ചെയ്യാം. റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ എന്നും ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ എന്നും. റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സ് കൺസ്യൂംഡ് ബൈ ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി കൺസ്യൂം ചെയ്യുന്ന ആ റിസോഴ്സിൻ്റെ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. സോ എന്താണ്,
ഇത് റിസോഴ്സിൻ്റെ കോസ്റ്റിനെ ആക്ടിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് പൂളിലേക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സ് കൺസ്യൂംഡ് ബൈ ആൻ ആക്ടിവിറ്റിയാണ് എന്ത്? റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ. പിന്നെ വരുന്നതാണ് എന്ത്? ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മളെന്താണ്, ഒരു ആക്ടിവിറ്റി, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഫ്രീക്വൻസിയിൽ അത് ആവശ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ മെഷറിനെയാണ് ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ഡിമാൻഡ് പ്ലേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് ബൈ കോസ്റ്റ് ഒബ്ജക്ട്സ്. ഇത് ആക്ടിവിറ്റി കോസ്റ്റുകളെ കോസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് എന്ത്? ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ. സോ റിസോഴ്സ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സ് കൺസ്യൂംഡ് ബൈ ആൻ ആക്ടിവിറ്റി. ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഡിമാൻഡ് പ്ലേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് ബൈ കോസ്റ്റ് ഒബ്ജക്ട്സ്. ഇനി നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് ഡ്രൈവറാണ്. ഇത് കൃത്യമായിട്ട് കാണാപാഠം പഠിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പഠിക്കണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എന്താണ്? പർച്ചേസിങ്ങിൻ്റെ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് പർച്ചേസ് ഓർഡറിൻ്റെ ബേസിലാണ് ഓരോ ഇതിൻ്റെയും. അതുപോലെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് മെറ്റീരിയൽ മൂവ്മെൻറ്റിൻ്റെ ബേസിലാണ്. ഇനി മെഷീൻ സെറ്റപ്പിൻ്റെ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റണ്ണാണ്. മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് അത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് മെഷീൻ ബ്രേക്ക് ഡൗൺസ് ആണ്. മെറ്റീരിയൽ റിസീവ് ആണെങ്കിൽ നമ്പർ ഓഫ് റിസീവിങ് ഓർഡേഴ്സ് ആണ്. ഇൻസ്പെക്ഷൻ്റെ കോസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻ്റെ ബേസിലാണ്. ക്വാളിറ്റി ടെസ്റ്റിങ്ങിൻ്റെ എന്ന് പറയുന്നത് ഹവേഴ്സ് ഓഫ് ടെസ്റ്റ് ടൈമിൻ്റെ ബേസിൽ. പാക്കിംഗ് കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് പാക്കിംഗ് ഓർഡേഴ്സിൻ്റെ ബേസിൽ. വെയർ ഹൗസിങ്ങിൻ്റെ ആണെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ സ്റ്റോക്ക്. സ്റ്റോർ ഡെലിവറി നമ്പർ ഓഫ് സ്റ്റോർ ഡെലിവറീസ്. സോ ഇതൊക്കെ എന്താണെന്ന് ഒന്നിനെ കാണാപാഠം പഠിക്കുക, അല്ലെങ്കിൽ അത് ഈ കോസ്റ്റ് ഡ്രൈവർ ഇതാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം. നമുക്ക് ആ കൺസേൺ കോസ്റ്റ് ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ് നമുക്കത് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് പൂൾ എന്നാണ്. നമുക്കറിയാം കോസ്റ്റ് നമ്മൾ ABC അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ആക്ടിവിറ്റി അനുസരിച്ചിട്ടാണ്. ദ ആക്ടിവിറ്റി വിച്ച് ഡ്രൈവ് ദം എന്നതിൻ്റെ ബേസിലാണ് നമ്മൾ കോസ്റ്റ് ഗ്രൂപ്പ് ചെയ്ത്, അതായത് ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. അതായത് സെയിം കോസ്റ്റ് ഡ്രൈവർ ഉള്ള ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. കോസ്റ്റ് ഡ്രൈവർ ആക്ച്വലി എന്താണ്? ആക്ടിവിറ്റീസിനെയും റിസോഴ്സ് കൺസംഷനെയും തമ്മിൽ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും. അതായത് ടോട്ടൽ കോസ്റ്റ് അസൈൻ ടു ആൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി അക്യുമുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് പൂളാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഒരു കോസ്റ്റ് സെൻറ്ററെ പോലെയാണ്. സോ ഒരു അക്യുമുലേറ്റഡ് കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. സെയിം കോസ്റ്റ് ഡ്രൈവർ ഉള്ള ആക്ടിവിറ്റി ടോട്ടൽ കോസ്റ്റ്, ആ ആക്ടിവിറ്റിയുടെ ടോട്ടൽ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഡ്രൈവർ, കോസ്റ്റ് ഒബ്ജക്റ്റ്, കോസ്റ്റ് പൂളൊക്കെ ചെറിയ ചെറിയ മാർക്കിനെ സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കോസ്റ്റിംഗ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. ട്രഡീഷണൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നമ്മൾ ഓവർ ഹെഡ് കോസ്റ്റുകൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ ഓവർ ഹെഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ട്രഡീഷണൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ കൺവെൻഷണൽ കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എങ്ങനെയാണ്? നമുക്ക് തന്നെ അറിയാം എന്താണ്. വി ആർ അസൈനിങ് ഫസ്റ്റ് ഓവർ ഹെഡ് കോസ്റ്റ് ടു ഈച്ച് മേജർ ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയിലേക്കുമാണ് നമ്മൾ ആദ്യം കോസ്റ്റുകൾ അസൈൻ ചെയ്യുന്നത്. കൺവെൻഷണൽ കോസ്റ്റിങ്ങിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ എവിടേക്കാണ്? നമ്മൾ മേജർ ആക്ടിവിറ്റിയിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ ഡയറക്റ്റ്ലി കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാണ് ട്രഡീഷണലിൽ. പക്ഷേ ആക്ടിവിറ്റിയിലോ ഫസ്റ്റ് നമ്മൾ ആക്ടിവിറ്റീസിലേക്ക്, ദെൻ നമ്മൾ പ്രൊഡക്റ്റ് ഓർ ജോബിലേക്കാണ്. ശരിക്കും ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കോസ്റ്റിനെ കുറിച്ചൊരു അക്യുറേറ്റ് ഇൻഫോർമേഷൻ തരുന്നില്ല. പക്ഷെ എന്താണ്, ഇവിടെ നമ്മൾ ആദ്യം ആക്ടിവിറ്റിയിലേക്ക് ചെയ്ത് പിന്നെ അത് പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ജോബിലേക്ക് ചാർജ് ചെയ്യുന്ന കാരണം ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ABC നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം പഴയതെന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും, എന്നിട്ട് അതേ ഡിവൈഡഡ് ബൈ ലേബർ അവർ ആണെങ്കിൽ അത് ചെയ്യും, മെഷീൻ അവർ ആണെങ്കിൽ അത് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കോസ്റ്റ് പൂളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. പക്ഷേ ആക്ടിവിറ്റി ആകുമ്പോൾ എന്താണ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് പൂളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തില്ല, കോസ്റ്റ് ഡ്രൈവർ എന്നൊരു കോൺസെപ്റ്റ് ഒന്നും നമ്മുടെ ട്രഡീഷണൽ ഇതിലില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്, കോസ്റ്റ് ഡ്രൈവറാണ് ആക്ടിവിറ്റി കോസ്റ്റിനെ പ്രൊഡക്റ്റിലേക്ക് അസൈൻ ചെയ്യാനായിട്ടൊരു വലിയ പങ്ക് വഹിക്കുന്നത്. പിന്നെ ആക്ടിവിറ്റി എന്നുള്ളൊരു എലമെൻറ്റേ ട്രഡീഷണൽ കോസ്റ്റിലില്ല. അപ്പോൾ ആക്ടിവിറ്റിയും കോസ്റ്റ് തമ്മിൽ വലിയ ലിങ്കൊന്നും ഇല്ല. പക്ഷെ എന്താണ്, കോസ്റ്റ് ഡ്രൈവർ ആക്ടിവിറ്റീസിനെയും കോസ്റ്റിനെയും തമ്മിൽ ഒരു കംപ്ലീറ്റ് ലിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതൊരു സിമ്പിൾ സിസ്റ്റമാണ്, ഇതൊരു കോംപ്ലക്സ് സിസ്റ്റമാണ്. പിന്നെ നമുക്കറിയാം ട്രഡീഷണൽ ആകുമ്പോൾ സ്മോൾ ഓർഗനൈസേഷനാണ് കുറച്ചും കൂടി നല്ലത്, മറ്റേതാകുമ്പോൾ വലിയ വലിയ ഓർഗനൈസേഷനാണ് കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ABC ഡെവലപ്പ് ചെയ്തതെന്നാണ് അടുത്ത ടെക്സ്റ്റിൽ പറയുന്നത്. അതൊന്നുമില്ല, ട്രഡീഷണൽ എന്താണ് നമ്മുടെ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആൻഡ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടാണ് കോസ്റ്റുകളെ സെഗ്രിഗേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ബിസിനസ് ഗ്രോ ചെയ്യുന്നു, വലിയ വലിയ ബിസിനസ്സുകളാവുമ്പോൾ കുറച്ചും കൂടിയും ഈ സെഗ്രിഗേഷൻ അത്ര പോസിബിൾ അല്ലാതെയായി. അതുപോലെ തന്നെ എന്താണ്, നമ്മളറിയാം ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് എന്താണ് മെഷീൻ അവേഴ്സ് അതിൻ്റെയൊക്കെ ബേസിലാണ് ഓവർ ഹെഡുകൾ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ പല ഓവർ ഹെഡ് കോസ്റ്റുകളും ലൈക്ക് എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഒന്നും വോളിയമായിട്ട് റിലേറ്റ് ചെയ്തല്ല. സോ ഇതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നെ നമ്മുടെ പുതിയ ബിസിനസ്സുകളിൽ കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയ പ്രൊഡക്റ്റ്, കൂടുതൽ കോമ്പറ്റീഷൻ ഒക്കെ വന്നപ്പോൾ വിൽ നീഡ് മോർ അക്യുറേറ്റ് ഇൻഫോർമേഷൻ ഓഫ് കോസ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു, ABCയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൻ്റെ ഡ്രോബാക്സ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തത്, ABC കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്തത്. പിന്നെ ടെക്സ്റ്റിൽ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അക്യുറേറ്റ് ആണ്, റിലയബിൾ ആണ്, അനലിറ്റിക്കൽ ഇൻഫോർമേഷൻ തരുന്നത്. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വായിക്കുക. തിയറി ചോദിക്കാറുണ്ട്, സോ തിയറിയാന്ന് വെച്ചിട്ട് ഒഴിവാക്കരുത്. എന്താ ABC എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ പിന്നെ നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ എഴുതാം. പിന്നെ നീഡ് ഫോർ ABC അല്ലെങ്കിൽ വൈ ദ ABC എമർജ് എന്നുള്ള ഈ ഒരു സാധനം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.